إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ അനുഗ്രഹമായ ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുകയും അതേപോലെ ആയുസ് ലഭിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ് നമ്മൾ. നമ്മുടെ ജീവിതത്തെക്കുറിച്ചും അള്ളാഹു നമുക്ക് നൽകിയ ആയുഷ്കാലത്തെക്കുറിച്ചും ചിന്തിക്കുകയും ഭാവി ജീവിതം എങ്ങനെ നന്നാക്കി തീർക്കണം എന്നതിനെക്കുറിച്ച് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ. സൂറത്തുൽ ഹജ്ജിലെ 5-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങൾ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് വല്ല സംശയത്തിലുമാണെങ്കിൽ അങ്ങനെ സംശയിക്കുന്ന ആളുകളുടെ സംശയം തീർക്കാനും മരണശേഷം ഒരു ജീവിതമുണ്ട് എന്നതിനെ ഓർമ്മപ്പെടുത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യം, തീർച്ചയായും നിങ്ങളെ നാം മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. അതായത് ആദമിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. ആദമിന് ശേഷമുള്ള മനുഷ്യവർഗത്തെ ബീജത്തിൽ നിന്നും ബീജത്തെ രക്തപിണ്ഡമായും പിന്നെ രൂപം നൽകപ്പെടാത്തതും നൽകപ്പെട്ടതുമായ ഒരു മാംസപിണ്ഡമായും പരിവർത്തിപ്പിക്കുകയും അങ്ങനെ അതിൽ നിന്ന് നിങ്ങളെ നാം സൃഷ്ടിക്കുകയും ചെയ്തു. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് നാം വിശദീകരിച്ചു തരികയാണ്. പിന്നെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ അള്ളാഹു ഉദ്ദേശിച്ച അവധി വരെ അവിടെ നാം ഉറപ്പിച്ചു നിർത്തി. പിന്നീട് ഒരു കുട്ടിയായി നിങ്ങളെ നാം ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. ആ ഗർഭാശയത്തിൽ നിന്ന് തന്നെ ജീവനില്ലാതെ ചാപ്പിള്ളയായി മരിച്ചുപോകാതെ ജീവൻ നൽകി നമ്മെ പുറത്തേക്ക് കൊണ്ടുവന്നത് ലിതബ്ലുഗു അശുദ്ധക്കും, നിങ്ങൾ പ്രായപൂർത്തി എത്തുന്നതിന് വേണ്ടിയാണ്. എന്നാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, വമിൻകും മൻ യുതവഫ, നിങ്ങളിൽ നിന്ന് ചില ആളുകൾ മരണപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞാൽ പ്രസവിച്ച ഉടനെ മരിക്കുന്നു, കുട്ടിയായിരിക്കുമ്പോൾ മരിച്ചു പോകുന്നു, പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് മരിക്കുന്നു. ചിലർ യുവാക്കളായി മാറുന്നു. വേറെ ചില ആളുകളോ വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമർ, പ്രായത്തിന്റെ അങ്ങേ അറ്റം വരെ തള്ളപ്പെടുന്ന എന്ന് പറഞ്ഞാൽ ദീർഘായുസിലേക്ക് വലിയ പ്രായം ചെല്ലുന്ന അവസ്ഥയിലേക്ക് തള്ളപ്പെടുന്ന ചില ആളുകളും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എന്ന് പറഞ്ഞാൽ 10, 70, 80, 90, 100, 100 ചില്ലാനുമൊക്കെ ജീവിക്കുന്ന ആളുകൾ. അങ്ങനെ ഒരു പ്രായമെത്തിയാൽ പിന്നെ അവന് കുട്ടിക്കാലത്തെ അവസ്ഥയിലേക്ക് തിരിച്ചുപോകും. എന്താണ് പറയുന്നത് ചെയ്യുന്നത് എന്ന ബോധം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് ഒരു ചെറിയ കുട്ടിയെപ്പോലെ ലികൈ ലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ശൈഅ, നിങ്ങൾക്ക് അറിവുണ്ടായതിനു ശേഷം അറിവില്ലാതാകുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞാൽ സാധാരണ ബുദ്ധിയുള്ള ആളുകൾക്കുണ്ടാകുന്ന അവസ്ഥയില്ലാത്ത കുട്ടിക്കാലത്തെ അവസ്ഥയിലേക്ക് എത്തുന്ന തരത്തിൽ ദീർഘായുസ് നൽകപ്പെടുന്ന ആളുകളും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എന്നിട്ട് അല്ലാഹു മനുഷ്യനെ ഓർമ്മപ്പെടുത്തുകയാണ്, ഇങ്ങനെ മണ്ണിൽ നിന്നും ബീജത്തിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ച് മനുഷ്യനാക്കി വിട്ടില്ലേ? ഇത് ചെയ്ത അല്ലാഹുവിന് വീണ്ടും നിങ്ങളെ സൃഷ്ടിക്കാൻ നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? നിർജീവമായ ഭൂമിയിലേക്ക് മഴ വർഷിപ്പിക്കുകയും ആ മഴ മൂലം ഭൂമിയെ ജീവസുറ്റതാക്കുകയും കൗതുകമാർന്ന പലതരത്തിലുള്ള സസ്യങ്ങളുടെ ജോഡികളെയും സൃഷ്ടിക്കുകയും ചെയ്തതിനെ സംബന്ധിച്ചാണ് ഈ ആയത്തിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്. കൂടുതൽ വിശദീകരണമൊന്നുമില്ലാതെ തന്നെ നാം എങ്ങനെ ജനിച്ചുവെന്നും ഈ ഭൂമിയിലേക്ക് എങ്ങനെ വന്നുവെന്നും ആ ജീവിതത്തെക്കുറിച്ച് അത് അല്ലാഹുവിന്റെ അനുഗ്രഹമായി നമ്മൾ കാണേണ്ടതുണ്ട് എന്നും ആ ആയുഷ്കാലത്തെക്കുറിച്ച് എപ്പോഴും നാം ബോധവാന്മാരാകേണ്ടതുണ്ട് എന്നതുമാണ് ഈ ആയത്തിലൂടെ അല്ലാഹു ഉണർത്തിയിട്ടുള്ളത്. ഇവിടെ തുടക്കത്തിൽ പറയുന്നത് മരണശേഷം ഒരു പുനരുത്ഥാനത്തെക്കുറിച്ച് നിങ്ങൾ സംശയിക്കുന്നുവോ എന്ന് ചോദിച്ചാൽ നമുക്കാർക്കും ഒരുപക്ഷെ അങ്ങനെ സംശയമുണ്ടാവുകയില്ല. മരണശേഷം ഒരു ജീവിതമുണ്ട് എന്ന ബോധ്യം നമുക്കൊക്കെയുണ്ട്. പക്ഷേ മരണശേഷം ഇനിയും ഒരു ജീവിതമുണ്ട് എന്ന ബോധത്തോടു കൂടിയാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനെ നിഷേധിക്കുന്നില്ലെങ്കിലും നമ്മുടെ ജീവിതം അതിനെ നിഷേധിച്ചവരുടെ അർത്ഥത്തിലാണെങ്കിൽ നമ്മളും ഈ ചോദ്യം നമ്മുടെ മനസ്സിനോടും നാം ചോദിക്കേണ്ടതാണ്. നമുക്ക് നൽകിയ ജീവിതത്തെക്കുറിച്ചും ജീവിത സുഖങ്ങളെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല പലതരത്തിൽ ചിന്തിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത് കാണാം. സൂറത്തു യാസീനിലെ 66, 67 ആയത്തുകളിൽ
അള്ളാഹു പറയുന്നു, വലൗ നശാഉ ലതമസ്നാ അലാ അഅ്യുനിഹിം ഫസ്തബഖുസ് സിറാത ഫഅന്നാ യുബ്സിറൂൻ. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മനുഷ്യന്റെ കണ്ണുകളെ നാം തുടച്ചു മാറ്റുമായിരുന്നു. നമുക്ക് അള്ളാഹു 2 കണ്ണ് നൽകിയിട്ടുണ്ട്. 1 കണ്ണുള്ളവരുണ്ട്, മങ്ങിയ വെളിച്ചമുള്ളവരുണ്ട്, നല്ല കാഴ്ചയുള്ളവരുണ്ട്, കണ്ണില്ലാത്തവരുണ്ട്. നിങ്ങൾക്ക് നാം നൽകിയ കണ്ണിനെ നാം തുടച്ചെടുത്തിരുന്നെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഒരു തടവൽ കൊണ്ട് അല്ലെങ്കിൽ അള്ളാഹു അതിനെ നീക്കം ചെയ്തിരുന്നുവെങ്കിൽ, അങ്ങനെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ ശേഷം ഫസ്തബഖുസ് സിറാത്ത, പിന്നീട് വഴിയിലേക്ക് അവർ മുന്നിടുന്നു. ഫഅന്നാ യുബ്സിറൂൻ, നടന്നു പോകുന്നതിനിടയിൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടാൽ പിന്നെ എങ്ങനെയാണ് മനുഷ്യരെ അവർക്ക് നടക്കാൻ കഴിയുക എന്നാലോചിച്ച് നോക്കൂ. എപ്പോഴാണ് നമ്മളെ കണ്ണിന്റെ കാഴ്ച പോവുക പറയാൻ കഴിയില്ല. ആ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടാൽ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും? അള്ളാഹു മനുഷ്യരോട് ചോദിക്കുകയാണ്, വലൗ നശാഉ ലമസഖ്നാഹും അലാ മകാനതിഹിം. മനുഷ്യൻ നടന്നു പോകുന്നതിനിടയിൽ അവന്റെ രൂപത്തെ നാം മാറ്റം വരുത്തിയാൽ, ഇന്ന് അള്ളാഹു നമുക്ക് നൽകിയ രൂപത്തിൽ ശരീരപ്രകൃതിയിൽ അള്ളാഹു വല്ല മാറ്റവും വരുത്തിയാൽ ഫമസ്തതാഉ മുളിയ്യ, പിന്നീട് അവർക്ക് നടക്കാൻ സാധ്യമല്ല. 2 കാലിന്റെയും അവസ്ഥ ഈ കോലത്തിൽ നിന്ന് അള്ളാഹു മാറ്റം വരുത്തിയാൽ, ഈ കോലം ആര് തന്നതാ? നമ്മൾ ഉണ്ടാക്കിയതാണോ? അല്ല. നമ്മൾ ആഗ്രഹിച്ചത് കിട്ടിയതാണോ? അല്ല. നമ്മുടെ വാപ്പയും ഉമ്മയും തീരുമാനിച്ചത് ലഭിച്ചതാണോ? അല്ല. നമ്മുടെ വാപ്പക്കും ഉമ്മക്കും അവർ തീരുമാനിച്ചതോ അവരുടെ വാപ്പ തീരുമാനിച്ചതോ കൊണ്ടോ ലഭിച്ചതാണോ? അല്ല. അള്ളാഹു നൽകിയതാണ്. എന്നാൽ കാലാകട്ടെ, കൈയാകട്ടെ, ശരീരത്തിന്റെ ഘടനയാകട്ടെ, അള്ളാഹു അതിനെ തുടച്ചു മാറ്റിയിരുന്നുവെങ്കിൽ, രൂപമാറ്റം വരുത്തിയാൽ നടക്കാൻ സാധിക്കുകയില്ല. വലാ യർജിഊൻ, നിന്നിടത്ത് നിന്ന് തിരിച്ചു പോകാനും സാധിക്കുകയില്ല. അപ്പൊ മുന്നോട്ട് നടക്കാൻ കഴിയില്ല, ബാക്കോട്ട് നടക്കാൻ കഴിയില്ല. അപ്പോ ഈ പറയുന്ന നമ്മുടെ ശരീരത്തിലുള്ള എല്ലാവിധ സൗകര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. ഈ നൽകിയ ആനുകൂല്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ ആ ആയുസ്സിനെ കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് ഇത്തരത്തിലുള്ള ആയത്തുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. സൂറത്തു ദാരിയാത്തിലെ 20-21 വചനം, വഫിൽ അർളി ആയാത്തുൽ ലിൽ മൂഖിനീൻ, ഉറച്ച വിശ്വാസമുള്ള ആളുകൾക്ക് തീർച്ചയായും ഭൂമിയിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഈ ഭൂമിയിലേക്ക് നോക്കിയാൽ ഈ ഭൂമിയുടെ പ്രകൃതിയും അതിലുള്ള വെള്ളവും ജീവജാലങ്ങളും അവർക്കാവശ്യമായ വിഭവങ്ങളും അന്തരീക്ഷത്തിലെ വായുവും അതുപോലെ തന്നെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അങ്ങനെ കാലാവസ്ഥകളും കാലാവസ്ഥയുടെ മാറ്റങ്ങളും രാപ്പകലുകളുടെ വ്യത്യാസങ്ങളും ഇങ്ങനെ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ മനുഷ്യർക്ക് അള്ളാഹുവിനെ കണ്ടെത്താൻ പറ്റിയ ദൃഷ്ടാന്തങ്ങളാണ്. ഇനി അള്ളാഹു പറയാൻ, വഫീ അംഫുസിക്കും, നിങ്ങൾ ഭൂമിയിൽ ഒന്നായിട്ട് പോകണ്ട, വഫീ അംഫുസിക്കും, നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെയുണ്ട്, അഫലാ തുബ്സിറൂൻ, നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ദൃഷ്ടാന്തമുണ്ട്, നിങ്ങൾ കാണുന്നില്ലേ? അപ്പോ ഭൂമിയിലേക്കൊന്നും പോകാതെ നാം നമ്മെക്കുറിച്ച്, നമ്മുടെ കൈയിന്റെ വിരലുകൾ, ആ വിരലുകളിൽ നൽകപ്പെട്ടിട്ടുള്ള മടക്കുകളും സന്ധികളും അത് നിവർത്താനും പിടിക്കാനും ചുരുട്ടാനും വിരലുകളെ ചലിപ്പിക്കാനും അതുപയോഗിച്ച് പിടിക്കാനും വിടാനും നീട്ടാനും ഇങ്ങനെയൊക്കെ പല സൗകര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ കയ്യെ അള്ളാഹു പാകപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ JCB എന്ന് പറയുന്ന ആ മണ്ണുമാന്തി യന്ത്രം, അതിന് മനുഷ്യന്റെ കൈ പോലെ ഒരു കൈയുണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ അറ്റത്ത് കാണുന്ന മാന്താൻ ഉപയോഗിക്കുന്ന അതിന്റെ പല്ലുകൾ, ആ ഓരോ പല്ലിനുമുള്ള വില എന്താണ്? അത് ഉപയോഗിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ അറിയാം. പല്ല് മാറ്റിവെക്കാൻ, അതിന്റെ വിരലുകൾ മാറ്റിവെക്കാൻ എത്ര പണം നൽകണം? അത് ഉപയോഗിക്കുന്നതനുസരിച്ച് തേഞ്ഞു പോകുന്നു. മനുഷ്യന്റെ കൈകൊണ്ട് പിടിക്കുന്നത് പോലെ അത്ര കൃത്യമായി പിടിക്കാൻ അതുകൊണ്ട് സാധിക്കുകയില്ല. എന്നാൽ നമ്മുടെ കൈ ജനിച്ചത് മുതൽ മരണം വരെ നമ്മൾ ഉപയോഗിക്കുന്നു. ഇതിനൊരു തേയ്മാനവും സംഭവിക്കുന്നില്ല. നഖത്തിന്റെ അറ്റം മുറിച്ചു മാറ്റുന്നു. അതേപോലെ അതേ കളറിൽ ആ കളറല്ലാത്ത വെള്ളക്കളറുള്ള നഖത്തിൽ നിന്ന് പുറത്തേക്ക് നീണ്ടുവരുന്നത് വേറൊരു കളറാണ്. നമ്മുടെ തൊലിക്കുള്ള കളറ് വേറെയാണ്, തൊലിക്കടിയിലുള്ള മാംസത്തിന്റെ കളറ് വേറെയാണ്, ആ രക്തത്തിലുള്ള കളറ് വേറെയാണ്. പക്ഷേ നഖവും നഖത്തിന്റെ അറ്റത്തുള്ള നിറവും അതും വേറെയാണ്. ഈ മാറ്റങ്ങളൊക്കെ വരുത്തി തേഞ്ഞു പോകാത്ത ഒരുപാട് അടയാളങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള തിരിച്ചറിയൽ രേഖയായി ഇന്ന് നിലനിൽക്കാൻ സാധിക്കുന്ന ദുബൈയിലും മറ്റും പാസ്പോർട്ട് എന്ന് പറയുന്നത് ഒരു കാലഹരണപ്പെട്ട വസ്തുവായി എയർപോർട്ടിൽ മാറിയിരിക്കുന്നു. കാരണം പാസ്പോർട്ടിന്റെ ആവശ്യമില്ല യാത്ര ചെയ്യാൻ. മനുഷ്യന്റെ കണ്ണ് നോക്കിയാൽ ഒരാൾ ആ പരിശോധന നടത്തുന്ന സ്ഥലത്തിലൂടെ നടന്നുപോയാൽ അയാളുടെ എമിഗ്രേഷൻ കാര്യങ്ങളൊക്കെ ക്ലിയറായി. ഒരു പാസ്പോർട്ടിന്റെ ബുക്കും കീശയിലിട്ട് നടക്കേണ്ട കാര്യമല്ല. അതുപോലെ തന്നെ കൈ പരിശോധിച്ചാൽ മതി, ഫിംഗർ, ഈ രേഖ, ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പൊ ഇതൊക്കെ ഇത്രയുള്ള സംവിധാനങ്ങൾ. ഇങ്ങനെ ഓരോന്നും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മുടെ വീട്ടിലെ പാത്രം കഴുകുന്ന ബേസിനിൽ തിന്നുന്ന പാത്രങ്ങളുടെ വേസ്റ്റുകൾ തട്ടുന്നു, പാത്രം കഴുകുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് ഈ ബേസിൽ നിന്ന് പുറത്തേക്ക് വെള്ളം ഒഴിപ്പോകുന്ന പൈപ്പും ആ സാധനങ്ങളുമൊക്കെ ഓസുമൊക്കെ ഇടക്കിടക്ക് കട്ടിയാകുന്നു.
അതിൽ കൊഴുപ്പ് പിടിക്കുന്നു. ഇത് ക്ലീൻ ആകാൻ നമ്മൾ അതിൽ ആസിഡ് കൊണ്ടുപോയിക്കുന്നു, അല്ലെങ്കിൽ വേറെ ഒരു പൈപ്പോ ഒരു കോലോ കൊണ്ടുപോയി കുത്തിയിളക്കി ഫോഴ്സിൽ വെള്ളമൊഴിച്ചാണ് ഈ പൈപ്പ് നമ്മൾ വൃത്തിയാക്കുന്നത്. ഇതേ ഭക്ഷണം, ഏതൊരു ഭക്ഷണമാണോ നമ്മൾ വേസ്റ്റ് അവിടെ ബേസിനിൽ കഴുകിയത്, അതേ ഭക്ഷണം അതിന്റെ ഒരംശമല്ല, അത് മുഴുവൻ നമ്മൾ ഭക്ഷിക്കുന്നു. പലതരത്തിലുള്ള നെയ്യും എണ്ണയും കൊഴുപ്പും വ്യത്യസ്ത രുചിയും ടേസ്റ്റുമുള്ള ഭക്ഷണങ്ങൾ. പക്ഷേ ജീവിതം മുഴുവൻ ഭക്ഷണം കഴിച്ചാലും നമ്മുടെ വായിൽ നിന്ന് മലദ്വാരം വരെയുള്ള നീണ്ട മീറ്റർ കണക്കിനുള്ള പൈപ്പ് ലൈൻ എവിടെയും ബ്ലോക്ക് ആകുന്നില്ല, ഒരു ആസിഡ് നമ്മൾ ഒഴിക്കേണ്ടി വരുന്നില്ല. ഇങ്ങനെ ഓരോ നമ്മൾ പരിശോധിച്ചു നോക്കൂ. അഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. നിങ്ങളിൽ തന്നെ ദൃഷ്ടാന്തങ്ങളുണ്ട്, നിങ്ങൾ കാണുന്നില്ലയോ എന്നാണ് അള്ളാന്റെ ചോദ്യം. അപ്പൊ കാണുന്നുണ്ട്, ഞങ്ങൾ നിന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇതൊക്കെ നീ നൽകിയതാണ്. ഈ സൗകര്യങ്ങൾ ചാർജ് ചെയ്യേണ്ടതില്ല. ഏതൊരു വസ്തുവും ചാർജ് ചെയ്യണം, ബാറ്ററി കൊടുക്കണം, ചാർജ് ചെയ്യണം. നമുക്ക് പ്രത്യേകമായി ഒരു കറണ്ടിന്റെ ബാറ്ററിയുടെ ആവശ്യമില്ല, ഇൻവെർട്ടറിന്റെ ആവശ്യമില്ല, മോട്ടോർ എഞ്ചിന്റെ ആവശ്യമില്ല, പണം കൊടുക്കേണ്ടതില്ല, വാടക കൊടുക്കേണ്ടതില്ല. ഇതൊന്നും കൊടുക്കാതെ നമ്മുടെ ശരീരം വളരെ കൃത്യമായി ഏറ്റവും കുറ്റമറ്റ രീതിയിൽ അങ്ങനെ ഒരു യന്ത്രം നമ്മളുടെ ആഗ്രഹമോ നമ്മുടെ താൽപര്യമോ നമ്മുടെ ഉദ്ദേശമോ ഇല്ലാതെ അള്ളാഹു സൃഷ്ടിച്ചതുപോലെ ജനനം മുതൽ മരണം വരെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്. ഇതാര് തന്നു? അള്ളാഹു തന്നു. അതുകൊണ്ട് മനുഷ്യ നീ ചിന്തിക്കുന്നില്ലേ? സൂറത്ത് യാസീൻ 77-78 വചനം, അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ. മനുഷ്യൻ കാണുന്നില്ലേ അവനെ നാം ഒരു ബീജകണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന്? എന്നിട്ടതാ മനുഷ്യൻ വ്യക്തമായ കുതർക്കിയായി മാറിയിരിക്കുന്നു. അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവനെയും അള്ളാഹു ഇല്ല എന്ന് വിശ്വസിക്കുന്നവനെയും അള്ളാഹുവിനൊപ്പം വേറെ സഹായികളുണ്ട് എന്ന് വിശ്വസിക്കുന്ന മുശ്രിക്കുകളായ ആളുകളെയും ഒക്കെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. എന്നാൽ മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വന്നതിന് ശേഷം എന്തല്ലാഹു എന്ന് തിരിച്ചു ചോദിക്കുന്ന, സൃഷ്ടാവിനെ നിഷേധിക്കുന്ന മനുഷ്യൻ, തർക്കിക്കുന്ന മനുഷ്യൻ, അള്ളാഹുവിന് മാത്രമല്ല അള്ളാഹു അല്ലാത്ത ഔലിയാക്കന്മാർക്കും അമ്പിയാക്കൾക്കും അതുപോലെ തന്നെ ഖബറിൽ കിടക്കുന്ന പലർക്കും അള്ളാഹുവിനെ പോലെയോ അതിലപ്പുറമോ കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്നവരും അവരോടൊക്കെയുള്ള അള്ളാഹുവിന്റെ ചോദ്യമാണ്, ബീജത്തിൽ നിന്നാണ് ഇപ്പറഞ്ഞ ആളുകളെയൊക്കെ നാം സൃഷ്ടിച്ചത്. ഫൈദാ ഹുവ ഖസീമുൻ മുബീൻ. നാം അവന് ജീവൻ നൽകി ഭൂമിയിലേക്ക് വന്നപ്പോൾ മനുഷ്യൻ അതാ വ്യക്തമായ താർക്കികനായി മാറിയിരിക്കുന്നു. അള്ളാഹു തന്നെ ഇല്ല എന്ന് പറയുന്നവൻ. വളറബ ലനാ മസല. എന്നിട്ട് മനുഷ്യൻ അള്ളാഹ്ക്ക് അങ്ങോട്ട് ഉദാഹരിച്ചു കൊടുക്കുകയാണ്, ഞാനല്ല, എന്നെ പോലെ വേറെ പലതും ഇവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ, അതൊക്കെ എങ്ങനെ ഉണ്ടായി? ഇതൊക്കെ പോയിട്ട് പിന്നെ തിരിച്ചു വന്നിട്ടുണ്ടോ? അപ്പൊ പിന്നെ ഞാൻ മരിച്ച് മണ്ണിൽ പോയാൽ പിന്നെ എങ്ങനെ തിരിച്ചു വരും? ഇങ്ങനെ പല തർക്കങ്ങളും അള്ളാഹുവിനോട് അങ്ങോട്ട് സമർത്ഥിക്കുന്നു. എന്നാൽ അള്ളാഹു ചോദിക്കുന്നു, ഇങ്ങനെയുള്ള ആളുകൾ, ആ ആളുകൾ വനസിയ ഹൽഖ, ഈ തർക്കിക്കുന്ന മനുഷ്യൻ അവനെ അള്ളാഹു എങ്ങനെ സൃഷ്ടിച്ചു എന്ന കാര്യം അവൻ മറന്നുപോയി. ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടായത് എങ്ങനെയാണ് എന്നവൻ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അള്ളാഹുവിനോട് സൃഷ്ടാവിനെക്കുറിച്ചോ അല്ലെങ്കിൽ ആയുഷിനെക്കുറിച്ചോ അവൻ തർക്കിക്കുമായിരുന്നില്ല. ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. അള്ളാഹു സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് ജനിച്ചു വീണ മനുഷ്യൻ ചോദിക്കുകയാണ്, ഞാൻ മരിച്ച് എല്ലുകളൊക്കെ റമീം ദ്രവിച്ച് ജീർണിച്ചു പോയാൽ, മൻ യുഹ്യിൽ ഇളാമ, ഈ ജീർണിച്ച് ദ്രവിച്ചുപോയ എല്ലുകളെ ജീവിപ്പിക്കാൻ ആർക്കാണ് കഴിയുക? ഈ ചോദ്യം മനുഷ്യന്റേതായി അള്ളാഹു പറയുകയാണ്. എന്തുകൊണ്ടാണ് മനുഷ്യത് ചോദിക്കുന്നത്? അതെന്തുകൊണ്ടാ മുന്നേ പറഞ്ഞു, വനസിയ ഹൽഖ, അവനെങ്ങനെ ഉണ്ടായി എന്നത് അവൻ മറക്കുന്നു. അവൻ എവിടുന്നുണ്ടായത്? മണ്ണിൽ നിന്ന്. മണ്ണിന് ജീവനുണ്ടോ? ബീജത്തിന്റെ കണം കോടാനുകോടിയുള്ള ഒരു സമയത്ത് പുരുഷനിൽ നിന്ന് സ്രവിക്കുന്ന ബീജത്തുള്ളിയിൽ നിന്ന് അതിന്റെ കോടാനുകോടികളിൽ നിന്ന് ഒരൊറ്റ കണം മാത്രം അണ്ഡവുമായി കൂടിച്ചേരുകയും അതിനെ നേരത്തെ പറഞ്ഞ അലക്കത്തും അതുപോലെ തന്നെ മുളകത്തുമൊക്കെയായി പരിവർത്തിപ്പിച്ച് ഒരു തിഫിലാക്കി സൃഷ്ടിച്ചു. ഇങ്ങനെയാണ് ഞാൻ ഉണ്ടായത് എന്നൊരു മനുഷ്യൻ ചിന്തിച്ചിരുന്നുവെങ്കിൽ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെയോ നിഷേധിക്കുകയില്ല. താൻ ജീവിക്കുന്ന ജീവിത കാലയളവിനെ അവൻ മറക്കുകയില്ല. എന്റെ ജീവിതം എന്തിനു വേണ്ടിയാണ്, ആരാണ് എന്നെ സൃഷ്ടിച്ചത് എന്ന കാര്യം മനുഷ്യൻ മറക്കുകയില്ല. അപ്പൊ നമ്മൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ ഈ ശരീരമാകുന്ന യന്ത്രം ഇതാര് തന്നു? അതെങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു? അതിന് വേണ്ട സംവിധാനങ്ങൾ ആരേർപ്പെടുത്തി? ഇത് ഏർപ്പെടുത്തി തന്ന ആ നിയമത്തിന്റെ ദാതാവായ അള്ളാഹുവിനെ ഓർത്ത് ജീവിതത്തെ അള്ളാഹുവിനു വേണ്ടി നിലനിർത്താൻ ശ്രമിക്കുക എന്നത് ആണ് ഈ ചിന്തയിലൂടെ നമുക്കുണ്ടാകേണ്ടത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്, അഅമാറു ഉമ്മത്തി മാ ബൈന 60 ഇല 70, എന്റെ ഉമ്മത്തിന്റെ ആയുഷ്കാലം എന്ന് പറയുന്നത് 60നും 70നും ഇടക്കാൻ. വഅഖല്ലുഹും മൻ യജൂസു ദാലിക്, മനുഷ്യരിൽ നിന്ന് വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ
അത് വിട്ടുകിടക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ 60നും 70നും ഇടക്ക് എന്ന ശരാശരി ആയുഷ്കാലത്തെ വിട്ടുകിടക്കാൻ വളരെ ചുരുങ്ങിയ ആളുകൾക്കേ സാധിക്കുകയുള്ളൂ. ഇത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ. 60നും 70നും ഇടക്ക് മരിച്ചു പോകുന്നവരാണ് പലരും. 70-അപ്പുറം ജീവിക്കുന്ന ആളുകൾ അഖല്ലുഹും മൻ യജൂസു ദാലിക്, 70 വിട്ടുകടന്ന് ദീർഘായുസ് ലഭിക്കുന്നവർ വളരെ കുറച്ചാകുന്നു. ആയുസ് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് മനുഷ്യന്റെ ആയുസ് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. പക്ഷേ ആദം നബി തൊട്ട് ലോകത്ത് കഴിഞ്ഞുപോയ സമൂഹങ്ങളുടെ ആയുസ് പരിശോധിച്ചാൽ ആയുഷ്കാലം ചുരുങ്ങി വരികയാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദഅവത്ത് നടത്തിയത് 950 കൊല്ലമാണ് പ്രബോധനം നടത്തിയത്. അപ്പൊ പ്രബോധനം നടത്തുന്നതിന് മുമ്പ് എത്ര കാലമുണ്ടായിരുന്നു വ്യക്തമല്ല. അപ്പൊ നോക്കൂ, 950 അധികം വർഷക്കാലം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട്. അത് നൂഹ് നബിയുടെ മാത്രം ഒരു ജീവിതകാലമല്ല. അപ്പൊ ആ കാലഘട്ടങ്ങളിൽ ആയുസ് കൂടുതലായിരുന്നു, മനുഷ്യന്റെ ശരീരപ്രകൃതം കൂടുതലായിരുന്നു. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് പോലെയാണ് സ്വർഗത്തിൽ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കുക എന്നൊക്കെ ഹദീസുകളിൽ നിന്നും മറ്റും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വലിയ ആചാരബാഹുക്കളായ ആദ് സമൂദ് ഗോത്രങ്ങളെ പോലെ ഇന്നത്തെ JCB എടുക്കുന്ന ഇരുമ്പിന്റെ യന്ത്രങ്ങൾ എടുക്കുന്ന പണി കൈകൊണ്ട് മാന്തിയെടുക്കാൻ മാത്രം ശരീര ശക്തിയുള്ള ആകാരബലമുള്ള മനുഷ്യന്മാരാണ് ജീവിച്ചിരുന്നത്. അത് ഹിജ്റിലും അതുപോലെ തന്നെ മദീനു സാലിഹിലും ഒക്കെ സൗദി അറേബ്യയിലും യമനിലുമുള്ള പഴയകാല സമൂഹങ്ങളുടെ കോട്ടകളും താമസ സ്ഥലങ്ങളും പാറകൾ തുരന്ന് മാളങ്ങളും അതിൽ വലിയ കൊട്ടാരങ്ങളും പണിത അതിന്റെ അവശിഷ്ടങ്ങൾ ഇന്നുമുണ്ട്. ഇതൊക്കെ അള്ളാഹു നിലനിർത്തിയത് പൂർവ്വകാല മനുഷ്യന്റെ ശക്തിയെ ബോധ്യപ്പെടുത്താനാണ്. എന്നാൽ അതിനേക്കാളൊക്കെ ദുർബലനാണ്, ശാരീരികമായും ആയുസ് കൊണ്ടും ചുരുങ്ങിയവനാണ് നബിയുടെ ഉമ്മത്ത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിലൂടെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഒരു 10-60 വയസ്സ് 70 എത്തിക്കഴിഞ്ഞാൽ ഇനി അധികം കാലമില്ല എന്ന് തീർച്ചയായും അവന് ബോധ്യപ്പെടേണ്ടതുണ്ട്. എന്നാൽ കുറെ കാലം ഭൂമിയിൽ ജീവിക്കുക എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമുള്ള കാര്യമല്ല. കാരണം എന്താ, എപ്പോഴാണ് ഓഫാവുക, അല്ലെങ്കിൽ ഓരോ ഭാഗത്തിനും ഡാമേജ് വരിക, അൾഷിമേഴ്സ് ബാധിക്കുക എപ്പോഴാണ്, ഇങ്ങനെ വൈകല്യം സംഭവിക്കുക എപ്പോഴാണ്, സ്ട്രോക്ക് വരിക എപ്പോഴാണ്, വാദം പിടിക്കുക എപ്പോഴാണ്, ഇളക്കം മാറുക എപ്പോഴാണ്, കണ്ണും ചെവിയുമൊക്കെ പ്രവർത്തനം നിലക്കുക എപ്പോഴാണ്, ആർക്കും പറയാൻ സാധിക്കില്ല. ഇത് ഖുർആനിൽ 2 സ്ഥലങ്ങളിൽ, ഒന്ന് നേരത്തെ നാം ഓതിയ സൂറത്തുൽ ഹജ്ജിലെ 5-ാമത്തെ വചനത്തിൽ വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമുരി ലികൈ ലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ശൈആ. അങ്ങേയറ്റം വരെ ആയുസ് നൽകപ്പെടുന്നത് അറിവുണ്ടായതിന് ശേഷം ഒരു അറിവുമില്ലാത്ത അവസ്ഥയിലേക്ക്, അതായത് നമ്മളുള്ള അത്തും പുത്തും അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ പോകും. സൂറത്തുൻ നഹ്ലിലെ 78-ാമത്തെ വചനത്തിലും ഇതേ കാര്യം ഒരു പദവ്യത്യാസവുമില്ലാതെ അള്ളാഹു ആവർത്തിച്ച് പറഞ്ഞത് കാണാൻ സാധിക്കും. സൂറത്തു യാസീനിലെ നേരത്തെ ഓതിയ ശേഷമുള്ള 66, 67 നാം ഓതി മനുഷ്യന്റെ കണ്ണിനെക്കുറിച്ചും സൃഷ്ടിപ്പിൽ അള്ളാഹു മാറ്റം വരുത്തുന്നതിനെ സംബന്ധിച്ചും. അതിനുശേഷം 68-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാൻ വമൻ വഅമ്മിർഹു നുനക്കിസു ഫിൽ ഖൽഖ്, ആർക്ക് നാം ദീർഘായുസ് നൽകുന്നുവോ അവനെ നാം സൃഷ്ടിപ്പിൽ തലകീഴായി മറിക്കും. ആർക്ക് ദീർഘായുസ് കൊടുത്തുവോ അവനെ നാം സൃഷ്ടിപ്പിൽ തലകീഴായി മറിക്കും. നക്കസ എന്ന വാക്കിനർത്ഥം തല തിരിഞ്ഞു വരിക എന്നാണ്. ഇപ്പൊ നോർമൽ പ്രസവം എന്ന് പറഞ്ഞാൽ എന്താ, തല തിരിഞ്ഞിട്ടാ വരേണ്ടത്. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് കുട്ടി കാലല്ല ആദ്യം പുറത്തു വരുന്നത്, കൈയല്ല ആദ്യം പുറത്തു വരേണ്ടത്, തല തിരിഞ്ഞാ വരേണ്ടത്. ഇതിനാണ് ശരിക്കും നക്കസ എന്ന വാക്കുപയോഗിക്കുക. ആദ്യം തല പുറത്തേക്ക് വരണം. അങ്ങനെ വന്നാലാണ് പ്രസവം കൂടാതെ നോർമൽ പ്രസവമാവുക. കാലോ കയ്യോ വന്നാൽ ബാക്കിയുള്ളത് അവിടെ അപ്പുറപ്പുറമൊക്കെ കുടുങ്ങിക്കിടക്കും. അപ്പൊ പിന്നെ സിസേറിയൻ നടത്തേണ്ടി വരും. അതുപോലത്തെ അല്ലെങ്കിൽ മറ്റു പല നിലക്കും കുട്ടിയെ പുറത്തേക്ക് എടുക്കേണ്ടി വരും. അപ്പൊ മനുഷ്യനെ ഗർഭാശയത്തിൽ നിന്ന് തല തിരിച്ചാണ് അള്ളാഹു കൊണ്ടുവന്നത്. അതാണ് ശരിയായ രീതിയിലുള്ള പ്രസവം. അങ്ങനെ ഭൂമിയിലേക്ക് വന്ന് കുട്ടിക്കാലവും കൗമാരവും യൗവനവും മധ്യവയസ്കരും വാർദ്ധക്യതൊക്കെ എത്തി അങ്ങേയറ്റമെത്തുമ്പോൾ നുനക്കി സൂഫിൽ ഹൽക്കി, സൃഷ്ടിപ്പിൽ അവനെ നാം തലതിരിക്കും എന്ന് പറഞ്ഞാൽ വളർന്നു വന്ന് ആരോഗ്യവാനായി നല്ല പക്വതയും ഇൽമും കാര്യമൊക്കെ ഉണ്ടായി, കാഴ്ചയുണ്ട്, കേൾവിയുണ്ട്, ഇതൊന്നും നേരത്തെ ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ മാറ്റിക്കൊണ്ടുവന്നു. അവസാനത്തിലേക്ക് എത്തുമ്പോൾ തിരിച്ചിടും. എങ്ങോട്ടാ തിരിച്ചുന്നത്? കുട്ടിക്കാലത്തെ പോലെ കേൾക്കുന്നു, മനസ്സിലാകുന്നില്ല, കാണുന്നു, എന്താണെന്ന് തിരിച്ചറിയുന്നില്ല, സംസാരിക്കുന്നു, പറയുന്ന ആൾക്കും മനസ്സിലാകുന്നില്ല, കേൾക്കുന്നവർക്കും ബോധ്യപ്പെടുന്നില്ല, നടക്കാൻ കഴിയുന്നില്ല, മൂത്രിക്കണം, അതുപോലെ തന്നെ വിസർജനം നടത്തണം, പറയാൻ കഴിയുന്നില്ല, കിടന്നിടത്ത് മൂത്രമൊഴിക്കുന്നു, കിടന്നിടത്ത് വിസർജനം നടത്തുന്നു, വിസർജിച്ചത് വാരി തിന്നുന്നു. ഇതൊക്കെ ആര് ചെയ്യുന്ന പണിയാ? കുട്ടി ചെയ്യുന്ന പണിയാണ്. അതാണ് നുനക്കിസ്ഹു ഫിൽ ഖൽഖി, സൃഷ്ടിപ്പിൽ അവനെ നാം വിപരീതാവസ്ഥയിലേക്ക് കൊണ്ടുപോകും. അഫലാ തഅഖിലൂൻ. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നുണ്ട്, അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ആരോട്? നമ്മളോട്. നമ്മൾ ചിന്തിക്കുന്നില്ലേ? ഇങ്ങനെയുള്ള ആരോഗ്യം എത്ര കാലം അള്ളാഹു നൽകിയോ
അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ഈ ആയുസിനെ യഥാർത്ഥ രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് അത്തുംമുത്തുമാകുന്ന, ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോകുന്ന, എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത, ആളുകളോട് സംസാരിക്കാൻ പറ്റാത്ത, സംസാരിക്കാൻ കഴിയാത്ത, ആംഗ്യം പോലും കാണിക്കാൻ കഴിയാത്ത, വെറും കണ്ണു തുറന്നിടത്തോ കണ്ണ് അടച്ചിടത്തോ 10ഉം അതിലധികവുമൊക്കെ വർഷങ്ങൾ ഒരേ കിടപ്പിൽ കിടന്ന് ശരീരം പൊട്ടി വികൃതമായി പുഴുക്കളരിച്ച് മരിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ വല്യാപ്പയോ വാപ്പയോ വല്യമ്മയോ ഒക്കെ അങ്ങനെ മരിച്ചവരുണ്ടാകും. നമ്മുടെ കുടുംബത്തിൽ, പലരുടെയും കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോ അങ്ങനെയുള്ള ഒരു ഘട്ടം എന്ന് പറയുന്നത്, അങ്ങനെ ജീവിതം ഉണ്ടായിട്ട് എന്താ കാര്യം? ഇതെന്തിനാണ് അള്ളാഹു പറയുന്നത്? ഇതിനൊക്കെ മുന്നേ കാഴ്ചയും കേൾവിയും ബുദ്ധിയും ഉണ്ടായിരുന്ന സമയത്ത് നീ ശരിയായ നിലക്ക് ജീവിക്കേണ്ടിയിരുന്നു. ജീവിക്കണം. ഇത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. നേരത്തുള്ളവന് ഈ ഘട്ടത്തിലും അള്ളാഹു കൂലി കൊടുക്കും. ഓർമ്മല്ലാതെ കിടക്കുകയാണ്, ജീവനുണ്ടോ? നിസ്കരിച്ചില്ലെങ്കിലും കൂലിയുണ്ട്, നോമ്പ് നോറ്റിട്ടെങ്കിലും കൂലിയുണ്ട്. നേർ ചെയ്തത് പരിഗണിച്ചുകൊണ്ട് അള്ളാഹു പ്രതിഫലം നൽകുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഹദീസിൽ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചത് കാണാം. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു തന്റെ മക്കളെ ഈ വാക്കുകൾ പഠിപ്പിക്കാറുണ്ടായിരുന്നു. ഏതുപോലെ ഒരു അധ്യാപകൻ തന്റെ കുട്ടികളെ എങ്ങനെ എഴുത്ത് പഠിപ്പിക്കുന്നുവോ അതേ രീതിയിൽ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു താഴെ പറയുന്ന കാര്യങ്ങൾ പഠിപ്പിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വകയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിന്റെ അവസാനത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന 4 കാര്യങ്ങൾ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുബ്നി, ഭീരുത്വത്തിൽ നിന്ന് അല്ലാഹുവേ നിന്നിൽ ഞാൻ രക്ഷ തേടുന്നു, എന്നെ നീ ഭീരുവാക്കരുത്. വ അഊദു ബിക മിൻ അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉമർ. രണ്ടാമത്തെ കാര്യം ഏതാണ്? അല്ലാഹുവേ ദീർഘായുസിലേക്ക്, ആയുസിന്റെ അങ്ങേ അറ്റത്തേക്ക് തള്ളപ്പെടുന്നതിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. ഇതുപോലെ കുട്ടിക്കാലത്തെ പോലെ ജീവിക്കേണ്ടി വരുന്ന പ്രായാധിക്യം അതുണ്ടാകുന്നതിൽ നിന്ന് അള്ളാഹു നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. 3ഉം 4ഉം കാര്യങ്ങൾ ജീവിതത്തിലുണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ നിന്ന്, ഖബറിലെ ശിക്ഷയിൽ നിന്ന് അള്ളാഹു നിന്നോട് ഞാൻ രക്ഷ തേടുന്നു എന്നാണ്. അപ്പൊ ഇത് എഴുത്ത് എങ്ങനെയാണ് അധ്യാപകൻ കുട്ടികളെ പഠിപ്പിക്കുന്നത്? അങ്ങനെ സഅദ് ബിൻ അബി വഖാസ് തന്റെ മക്കളെ നബി ചൊല്ലിയതനുസരിച്ച് പഠിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ്. അപ്പൊ ഈ പറഞ്ഞ 4 കാര്യങ്ങളിൽ ഒന്ന് ഏതാണ്? രണ്ടാമത്തെ വിഷയം ദീർഘായുസിലേക്ക് തള്ളപ്പെടുക എന്നുള്ളത്. എന്നാൽ മനുഷ്യന്റെ ആഗ്രഹം, നമ്മുടെ ഒക്കെ ആഗ്രഹം എന്താണ്? ഒരുപാട് കാലം ജീവിക്കണമെന്നാണ്. എത്ര ആയുസ് ലഭിച്ചാലും ഞാനിന്നും നാളെയും മരിക്കുകയില്ല, ഇനിയും എനിക്ക് ജീവിക്കണം, അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റും, ഞാൻ ഇപ്പോഴൊന്നും ഓഫാവുകയില്ല എന്നാണ് ഞാൻ നിങ്ങളും ആഗ്രഹിക്കുന്നത്. അതെന്തുകൊണ്ടാ? അത് മനുഷ്യന്റെ പ്രകൃതമാണ്. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസ് കാണാം. യഹ്റമു ബിൻ ആദം വതശിബ്ബു മിൻ ഹുസ്നതാൻ. മനുഷ്യൻ, ആദമിന്റെ മകൻ, പുത്രൻ, അതാരാ? മനുഷ്യൻ വയസ്സനാകുന്നു. എല്ലാ മനുഷ്യന്മാർക്കും വയസ്സാവും. പക്ഷേ മനുഷ്യനിൽ നിന്ന് 2 കാര്യങ്ങൾ യുവത്വം പ്രാപിച്ചുകൊണ്ടിരിക്കും. 2 കാര്യങ്ങൾക്ക് വയസ്സാവൂല. മനുഷ്യന് വയസ്സായാലും 2 സംഗതി വയസ്സാകാത്തതുണ്ട്. അതെന്താ? അൽ ഹിർസു അലൽ മാൽ. അൽ ഹിർസു അലൽ മാൽ, പണമുണ്ടാക്കണം എന്ന ആർത്തി. മരിക്കുന്നത് വരെ നിൽക്കാതെ ഓടുന്നു. എന്തിനു വേണ്ടി? പരലോകത്തിന് വേണ്ടിയല്ല, ദുനിയാവിന് വേണ്ടി. ഇതല്ലേ മനുഷ്യന്റെ സ്ഥിതി? ആരോഗ്യം ക്ഷയിച്ച് പണിയെടുക്കാൻ കഴിയാതെ ആയാൽ പോലും തനിക്ക് ജീവിക്കാൻ വിഭവങ്ങളുണ്ട്, അല്ലെങ്കിൽ തന്നെ പോറ്റാൻ മാത്രം പ്രാപ്തരായ മക്കളുണ്ട് എങ്കിൽ പോലും അധ്വാനിക്കുന്നു. എന്താണ്? പണത്തോടുള്ള ആർത്തിയാണ്. വൽ ഹിർസു അലൽ ഉമുരി, ആയുസിനോടുള്ള ആർത്തി. 70 വർഷം ജീവിച്ചാലും ഞാൻ ഇന്ന് മരിച്ചോട്ടെ എന്നാരും വിചാരിക്കൂല. അല്ലെങ്കിൽ ഞാൻ മരിക്കാൻ റെഡിയാണ്, എന്റെ എല്ലാം ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് പറയാൻ ആർക്കും ധൈര്യം ഉണ്ടാവുകയില്ല. ഇനിയും ജീവിക്കണം എന്നാണ്. അപ്പൊ ഇത് 2 കാര്യങ്ങൾ തശിബ്ബു, യുവത്വം പ്രാപിക്കുമെന്നാണ്. അതൊന്നും യുവാവായിരിക്കും. പണമുണ്ടാക്കാനുള്ള ആർത്തിയും ജീവിക്കാനുള്ള ആർത്തിക്കും വയസ്സാവുകയില്ല. ഇത് നമ്മുടെയൊക്കെ അവസ്ഥ എങ്ങനെയാണ്? എല്ലാ മനുഷ്യന്റെ അവസ്ഥയാണ് ഈ പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ? ഇത് ഖുർആനിൽ കാണാം, മനുഷ്യന് ചില ഷഹവാത്തുകൾ, ഇച്ഛകൾ അവന് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. ദുനിയാവിലുള്ള കാര്യങ്ങളോട് പ്രേമമുണ്ടാവുക എന്ന് പറയുന്നത് സുയ്യിന ലിന്നാസി ഹുബ്ബു ഷഹവാത്ത്, ഇച്ഛകളോടുള്ള പ്രേമം എന്ന്, മനസ്സിന്റെ താല്പര്യങ്ങളോടുള്ള പ്രേമം എന്നത് മനുഷ്യന് അലങ്കരിക്കപ്പെട്ട കാര്യമാണ്. അതിൽപ്പെട്ടതാണിത്. സമ്പത്തുണ്ടാകണം, ആയുസ്സുണ്ടാകണം എന്നത്. അപ്പൊ ഇങ്ങനെ ഒരാൾക്ക് കുറെ ദീർഘായുസുണ്ടായാൽ നേരത്തെ പറഞ്ഞ അങ്ങേയറ്റത്തെ പ്രായാധിക്യത്തിലേക്ക് മടക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും അത് ഉപകാരപ്രദമാകണമെങ്കിൽ എന്തു വേണം? ഒരാൾ ഭൂമിയിൽ കുറെ കാലം ജീവിച്ചു എന്നത് വലിയൊരു നേട്ടാണോ? അല്ല.
കാരണം ഭൂമിയിൽ എത്ര കാലം ജീവിച്ചു എന്ന് നോക്കിയല്ല അള്ളാഹു ഒരാളെ സ്വർഗത്തിലാക്കുന്നതും നരകത്തിൽ രക്ഷപ്പെടുത്തുന്നതും. സൂറത്തുൽ ബഖറ 94, 95, 96 വചനങ്ങളിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചും മരണത്തെ, പരലോകത്തെ ഓർക്കാത്തവരെ സംബന്ധിച്ചും ഒക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നത് കാണാം, അവരെ നിനക്ക് കാണാം, അവർ ജീവിതത്തോട് ഏറ്റവും അധികം ആർത്തി പുലർത്തുന്നവരാണ്. ആരെക്കുറിച്ചാണ് പറയുന്നത്? ജൂത ക്രിസ്ത്യാനികൾ. അവർ അള്ളാഹുവിൽ വിശ്വസിച്ചില്ല, പ്രവാചകൻ അംഗീകരിച്ചില്ല. അവർ ജീവിതത്തോട് ഏറ്റവും ആർത്തിയുള്ളവരാണ് അവർ എന്ന് നിനക്ക് കാണാം. വമിനല്ലദീന അശ്റകൂ, മുശ്രിക്കുകളിൽപ്പെട്ട ചില മനുഷ്യന്മാരുമുണ്ട്. യവദ്ദു അഹദുഹും ലൗ യുഅമ്മറു അൽഫ സന, 1000 കൊല്ലം ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ നമുക്ക് കാണാം. എന്നാൽ വമാ ഹുവ ബിമുസഹ്സിഹി മിനൽ അദാബി അൻ യുഅമ്മർ, ദീർഘകാലം ജീവിക്കുക എന്നത് ഒരുത്തനെ നരകശിക്ഷയിൽ നിന്ന് അകറ്റുന്ന സംഗതിയല്ല. അപ്പൊ നമ്മുടെ വയസ്സ് നോക്കിയിട്ട് പ്രായം സീനിയർ സിറ്റിസൺ ആണോ, 70 80 90 നോക്കിയിട്ട് അള്ളാഹു നരകത്തിൽ നിന്നുകൊണ്ട് നരകത്തിലേക്ക് കടത്താതെയോ നരകത്തിൽ കയറി ഇറങ്ങിയവരെ അതിൽ നിന്ന് കയറ്റിക്കൊണ്ടുപോയി ചെയ്യുന്നില്ല. അപ്പോ ആയുഷ്കാലമല്ല ഒരുത്തനെ നരകത്തിൽ രക്ഷപ്പെടുത്തുന്നത്. എന്നിട്ട് എന്താ അള്ളാഹു അവസാനിപ്പിക്കുന്നത്? വല്ലാഹു ബസീറും ബിമാ യഅമലൂൻ, മനുഷ്യൻ പ്രവർത്തിക്കുന്നത് നന്നായി കാണുന്നവനാകൂ അള്ളാഹു. അപ്പോ ആയുസല്ല നോട്ടം, ഉള്ള ആയുസിൽ എന്ത് പ്രവർത്തിച്ചു, ആ പ്രവർത്തിക്കുന്നത് അള്ളാഹു കൃത്യമായി കാണുന്നവനാണ്. അപ്പൊ ഈ ആയത്ത് അവസാനിപ്പിക്കുന്നതും അതിന്റെ മുന്നേ പറഞ്ഞും കൂടി ചേർത്ത് വെച്ചാൽ, ജീവിക്കുന്ന കാലം എത്ര ചെറുതായാലും വലുതായാലും ആ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്നതെന്തോ അതാണ് അള്ളാഹു പരിശോധിക്കുന്നത്. അള്ളാഹ്ക്ക് അതാണ് ആവശ്യമുള്ളത്. എന്തിന്? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, സ്വർഗത്തിൽ പോകാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകൾ നമുക്ക് കാണാം. ഒരാൾ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ജനങ്ങളിൽ ഖൈറായ നല്ലവൻ ആരാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ആർക്കാണോ ദീർഘായുസ് ലഭിച്ചത്, അവിടെ നിർത്തിയില്ല, ദീർഘായുസ് കിട്ടുകയും വഹസുന അമലുഹു, അതോടൊപ്പം അമല് നന്നായി തീരുകയും ചെയ്തവൻ. അപ്പോ ആയുസ് നീണ്ടു കിട്ടി, അതുകൊണ്ട് മാത്രം കാര്യമല്ല, കിട്ടിയ ആയുഷ്കാലത്ത് നല്ല പ്രവൃത്തി ചെയ്യണം. ആ വന്ന ആളുടെ രണ്ടാമത്തെ ചോദ്യം, മനുഷ്യരിൽ മോശപ്പെട്ടവനാരാൻ? മൻ ത്വാല ഉംറുഹു വസാ അമലുഹു, ആർക്കാണോ ആയുസ് നീട്ടിക്കിട്ടിയത് എന്നിട്ട് അവന്റെ പ്രവൃത്തി മോശമാവുകയും ചെയ്തുവോ, അവനാകുന്നു ഏറ്റവും മോശപ്പെട്ട മനുഷ്യൻ. അപ്പൊ ഖൈറും ഷർറും പറഞ്ഞു. ആയുസ് മാത്രമല്ല, ആയുസിനോടൊപ്പം അമൽ നന്നാവുക, മോശമാകാതിരിക്കുക എന്നതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാം. മുസന്നഫ് ഇബ്നു അബീ ശൈബ അദ്ദേഹത്തിന്റെ മുസന്നഫിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുമ്മ അജ്അൽ ഖൈറ ഉമരി ആഖിറ, അല്ലാഹുവേ എന്റെ ആയുഷ്കാലത്തിലെ ഏറ്റവും നല്ല കാലം എന്റെ ആയുഷിന്റെ അവസാന സമയമാക്കണമേ. ആയുഷിന്റെ ഏറ്റവും നല്ലത് എപ്പോഴായിരിക്കണം? അവസാന കാലം. കാരണം എന്താ? അള്ളാഹു എന്താ പരിഗണിക്കുക? അവൻ മരിക്കുന്ന അവസാന ഘട്ടത്തിൽ അവന്റെ അവസ്ഥ എന്തായിരുന്നു? വഖൈറ അമലി ഖവാത്തിമ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഏറ്റവും നല്ല ഭാഗം, അത് തുടക്കമല്ല, നടുക്കുള്ള ഭാഗമല്ല, മറിച്ച് ഖവാത്തിം, അതിന്റെ പരിസമാപ്തി, എന്റെ കർമ്മം ഞാൻ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്, അത് അള്ളാഹുവിന് വേണ്ടി റിയാ ഇല്ലാതെ, സുഹറത്തില്ലാതെ, ശുഹറത്തില്ലാതെ അള്ളാഹുവിന് വേണ്ടി മാത്രമായിക്കൊണ്ടാണോ എന്റെ പ്രവൃത്തിയെ ഞാൻ അവസാനിപ്പിച്ചത്? അങ്ങനെ ഖൈറാക്കണേ എന്റെ അമലിനെ, ഏതുപോലെ? എന്റെ ജീവിതത്തിന്റെ അവസാനം നല്ലതാക്കുന്നത് പോലെ. വഖൈറ അയ്യാമി യൗമ അൽഖാക്, എന്റെ ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസം നിന്നെ ഞാൻ കണ്ടുമുട്ടുന്ന ദിവസമാക്കണമേ. പരലോകത്ത് നിന്നെ കാണുന്ന ആ മഹ്ശറുള്ള ദിവസം അതെന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസമാക്കി മാറ്റണമേ എന്ന് അബൂ സിദ്ദീഖും അതുപോലെ പലരും പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ദീർഘായുസ് ഉണ്ടാകാം, കുഴപ്പമില്ല. പക്ഷെ ആ ആയുസ് ഗുണകരമാകണമെങ്കിൽ എന്ത് വേണം? നല്ല അമലുണ്ടാകണം. ആയുസിന്റെ വർധനവിന് വേണ്ടി ഉപകാരപ്പെടുന്ന ആൾക്കാർ ദീർഘായുസ് കിട്ടാൻ, ആരോഗ്യം നന്നാകാൻ, എല്ലാ ഉളുക്കും വേദനയും ഒക്കെ മാറാൻ എന്താ ചെയ്യുന്നത്? രാവിലെ എണീറ്റ് 1/2 കിലോമീറ്റർ 3/4 കിലോമീറ്റർ തലങ്കം വലങ്കം നടക്കുക. അതുപോലെ തന്നെ പലതരത്തിലുള്ള എക്സസൈസുകളും ജിമ്മിൽ പോയി ചെയ്യുന്നു. അതിന് വെറുതെ കിട്ടൂല, പൈസ കൊടുക്കണം, സമയം ചെലവാക്കണം, അല്ലെങ്കിൽ പണം കൊടുക്കാത്ത എക്സസൈസ് ചെയ്യുന്നു. ഇങ്ങനെ പലതും ദീർഘായുസിന് വേണ്ടി മനുഷ്യൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഉപകാരം ഉണ്ടാവില്ല ഞാൻ പറയില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? ഒരാൾക്ക് ദീർഘായുസ് ലഭിക്കുന്നത് അത് വസിലത്തുർ റഹീം, ചില കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ വസിലത്തുർ റഹീം, രക്തബന്ധങ്ങൾ ചാർത്തുക. കുടുംബബന്ധം വരെ, കുടുംബബന്ധന, കെട്ടുബന്ധം, അതൊക്കെ കുടുംബബന്ധന, അളിയന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിവാഹബന്ധത്തിൽ ഉണ്ടാകുന്ന ബന്ധങ്ങൾ. രക്തബന്ധം, അതായത് ഗർഭാശയത്തിൽ നിന്ന് ഉടലെടുത്ത സഹോദരൻ, സഹോദരി, ഉമ്മ, ബാപ്പ, വല്യാമ്മ, വല്യാപ്പ, അതുപോലെ തന്നെ മക്കൾ, പേരക്കുട്ടികൾ, ആങ്ങൾ, പങ്ങൾ തുടങ്ങി ആ രക്തബന്ധം അത് ആര് ചേർത്തുന്നുവോ, നമുക്കൊക്കെ ഉള്ള പ്രശ്നം എന്താ? രക്തബന്ധം മുറിച്ചു കളയുന്നു.
കുടുംബബന്ധവും നിലനിർത്തണം. പക്ഷെ കുടുംബബന്ധത്തെക്കാൾ പരിഗണിക്കപ്പെടേണ്ടതും മുറിക്കാൻ പാടില്ലാത്തതുമാണ് രക്തബന്ധം എന്ന് പറയുന്നത്. എന്നാൽ എന്താ ഉണ്ടാവുക? തസീദു ഫിൽ ഉമുരി, ആയുസ്സിൽ അത് വർധനവ് വരുത്തുന്നു. അപ്പൊ ഒരാൾക്കുള്ള ആയുസ് കൂടാൻ ജിമ്മിൽ പോകല്ല, പോയിക്കോളി. പക്ഷേ ഇവിടെ നബി എന്താ പറയുന്നത്? രക്തബന്ധങ്ങൾ ചേർത്തുക, അത് മുറിച്ചു കളയാതിരിക്കുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ സഹീഹായ നിലക്ക് നമുക്ക് കാണാം. ഇബ്നു മാജ ഉദ്ധരിച്ച ഹദീസിൽ ലാ യസീദു ഫിൽ ഉംരി ഇല്ലൽ ബിർറു, പുണ്യമല്ലാതെ മറ്റൊന്നും ആയുസിനെ കൂട്ടിത്തരുകയില്ല. അപ്പൊ രണ്ട് കാര്യം: ഒന്ന് രക്തബന്ധം ചേർത്തുക, അതുപോലെ തന്നെ നന്മ പ്രവർത്തിക്കുക, ബിർറ് ചെയ്യുക. സ്വന്തത്തിൽ നന്മ, കുടുംബത്തിൽ നന്മ, സമൂഹത്തിൽ നന്മ, കുടുംബക്കാരോട് നന്മ, എവിടെയും ബിർറ്, അള്ളാഹു കൽപ്പിച്ച നന്മകൾ പ്രവർത്തിക്കുക. ഇത് ആയുസ് കൂട്ടാനുള്ള കാര്യം. അതല്ലാതെ മറ്റൊന്നാണ് നേരത്തെ പറഞ്ഞ ഹദീസും കൂട്ടാ. ഇത് രക്തബന്ധം, അതൊരു ബിർറാൻ. രക്തബന്ധം ചേർത്തൽ ഇതല്ലാതെ ആയുസ് വർദ്ധിപ്പിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. വേറെ ചില റിവായത്തിൽ, മുസ്ലിമിന്റെ റിവായത്താണ് എന്റെ ഓർമ്മ, മിൻ സഅത്തുൻ ഫിൽ അഥർ എന്ന് കാണാം. ആയുസ്സിനെ നീട്ടുന്ന സംഗതിയാകുന്നു രക്തബന്ധം ചേർത്തൽ. ഇങ്ങനെ അള്ളാഹുവിനെ ഓർത്ത് അവന് വഴിപ്പെട്ട് ഈ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് ഈ അനുഗ്രഹത്തെ അള്ളാഹുവിന് വേണ്ടി ഉപയോഗപ്പെടുത്തി ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ആയുസ്സിനെ ഉപയോഗപ്പെടുത്തിയെന്ന് സമാധാനിക്കാം. പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കും, ബർസഖിൽ രക്ഷപ്പെടാൻ സാധിക്കും. അതുകൊണ്ട്